ഇതിനകത്ത് അതിജീവിതയ്ക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ മേൽക്കോടതിയിൽ പോകാം, മറ്റ് ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കാം. എനിക്ക് തോന്നുന്നത് CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടക്കം തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള പോലീസ് എന്ന് പറയുന്നത് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഇപ്പം എന്റെ ആരോപണമല്ല, അവർ പറയുന്ന പ്രകാരം ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ സർക്കാരും ഈ പോലീസും ഈ പ്രോസിക്യൂഷനും ചേർന്നിട്ട് ദിലീപിനെ രക്ഷിച്ചു എന്നതായിരിക്കണം സത്യം. അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നതാണ് ശരിയെങ്കിൽ, അപ്പൊ അവർക്ക് നീതി കിട്ടണമെങ്കിൽ 100% നമുക്ക് നിയമത്തെ ആശ്രയിക്കാൻ പറ്റുമോ. അല്ലാതെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ കുറെ ആൾക്കാർ കമന്റ് ചെയ്തതുകൊണ്ടോ കുറച്ച് ആൾക്കാർ എവിടെങ്കിലും നിന്ന് ബഹളം വെച്ചതുകൊണ്ടോ ഒന്നും ലോകത്ത് ഒരാളും ശിക്ഷിക്കപ്പെട്ട ചരിത്രവുമില്ല, രക്ഷപ്പെട്ട ചരിത്രവുമില്ല. അഖിലേട്ട എന്താണ് സംതൃപ്തനാണ് ഇതിന്റെ തുടക്കകാലം മുതൽ കൂടെ നിന്നിരുന്ന ആളെന്ന കൂടെ നിന്നതല്ല, തുടക്കകാലം മുതൽ ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് മറ്റുള്ള ചിലർ പ്ലാൻ ചെയ്തതാണ് എന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു. ഏറെക്കുറെ കോടതി വിധി വന്നു. ഉച്ചതൊട്ട് ഞാൻ കോടതിയുടെ ഈ ജഡ്ജിമെന്റ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. പറ്റുമെങ്കിൽ 2-3 ദിവസം കൊണ്ട് വായിച്ചു തീരാം. അതിന്റെ മലയാളം പരിഭാഷ ആരെങ്കിലത്തൊക്കെ പറഞ്ഞ് വായിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ സാധാരണക്കാർക്കും അത് കുറച്ചുകൂടെ മനസ്സിലാവും. അല്ല, അതിന്റെ ഫുള്ള് വായിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾക്ക്. അതായത് ഇതിങ്ങനെ ഓരോ ഘട്ടം ഫോണിലുണ്ടെങ്കിൽ കാണിച്ചു തരാം. പിന്നെ സ്റ്റാർട്ടിംഗ് മുതൽ ട്രയൽസ് മുതൽ പ്രതിഭാഗത്തെ ബാധിച്ച ഭാഗം ഞാൻ ഏതാണ്ട് 260-ാമത്തെ പേജൊക്കെയാണ്, 260-ാമത്തെ ഭാഗമാണെന്ന് തോന്നുന്നു. അപ്പൊ അതിലൊക്കെയാണ് അതായത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച കാര്യങ്ങൾ, അവിടെ തെളിവായിട്ട് വന്ന കാര്യങ്ങൾ, തെളിവുകളുടെ അപര്യാപ്തത. ഇപ്പൊ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന് പറയുമ്പോൾ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ അല്ല, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുള്ളൂ. അതിനുള്ളിലുള്ള ഫയൽസിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. ഫയൽസിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ലാത്തതുകൊണ്ടാണ് കോടതി ഇത് കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നത് ദൃശ്യങ്ങൾ ലീക്കായിട്ടില്ല. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, നിങ്ങൾ ദയവ് ചെയ്ത് ഒരു 90% ആൾക്കാർക്കും എന്താണ് യാഥാർത്ഥ്യമെന്ന് അറിയാത്തതുകൊണ്ട് മാധ്യമങ്ങൾ അവരുടെ മുന്നിലേക്ക് പറയുന്ന കാര്യങ്ങൾ മാത്രം വിശ്വസിക്കുകയാണ്. നമ്മൾ ആരും ഒരു കാലത്തും സത്യം അറിയാൻ ശ്രമിക്കാറില്ല. അതാണ് ഇപ്പോഴും പ്രശ്നം.